Hi friends, എല്ലാവർക്കും Space for Social Workലേക്ക് സ്വാഗതം. My name is Mijo Matthew. So today we are discussing about the social work methods. Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ വർക്ക് മെത്തേഡ്സിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് സോഷ്യൽ വർക്ക് മെത്തേഡ്സ്, എന്തൊക്കെ ഉപകാരങ്ങളാണ് നമ്മൾ സോഷ്യൽ വർക്ക് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ വർക്ക് മെത്തേഡ്സിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ സോഷ്യൽ വർക്ക് മെത്തേഡ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു ഉദ്ദേശം എന്താണ്? ഏത് സോഷ്യൽ വർക്ക് മെത്തേഡ്സിന്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ആരൊക്കെയാണ് നമ്മുടെ ക്ലയന്റ്സ്? ഇപ്പം പ്രൈമറി മെത്തേഡ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ എന്തൊക്കെയാണ് പ്രൈമറി മെത്തേഡ്സ്? പ്രൈമറി മെത്തേഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഈ മൂന്ന് മെത്തേഡ്സിലും നമ്മൾ ക്ലയന്റുമായിട്ട് നേരിട്ടാണ് ഇടപെടുന്നത്. പക്ഷെ നമ്മൾ ഈ സെക്കൻഡറി മെത്തേഡ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്ക്, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച്, സോഷ്യൽ ആക്ഷൻ. സോ ഈ പറയുന്ന സെക്കൻഡറി ആയിട്ടുള്ള മെത്തേഡ്സിലോട്ട് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് നമ്മൾ ക്ലയന്റുമായിട്ട് നേരിട്ടല്ല ഇടപെടുന്നത്. പക്ഷെ പ്രൈമറി ആയിട്ടുള്ള മെത്തേഡ്സ് അത് നമ്മൾ ക്ലയന്റുമായിട്ട് നേരിട്ടാണ് ഇടപെടുന്നത്. അത് എങ്ങനെയാണ് അങ്ങനെ വരുന്നത് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാം സോഷ്യൽ കേസ് വർക്ക്. ഓക്കെ, സോ സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ്സിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ കേസ് വർക്ക്. സോ കേസ് വർക്കിൽ നമ്മൾ ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നമാണ് ആങ്കർ. അമിതമായിട്ട് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ ഫാമിലിയിലുമായിട്ട് പ്രശ്നമുണ്ടാവും. ഇപ്പോൾ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അയാൾക്ക് അധ്യാപകരുമായിട്ടും അല്ലെങ്കിൽ സഹപാഠികളുമായിട്ട് ഇടപെടുമ്പം അമിതമായിട്ട് ദേഷ്യം വരുന്ന പ്രശ്നം കൊണ്ട് ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പം ആ ഒരു വ്യക്തിക്ക് ഈ ഒരു പ്രശ്നത്തെ സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അയാള് ഒരു സോഷ്യൽ വർക്കറെ സമീപിക്കും. അപ്പോൾ സോഷ്യൽ വർക്കർ അയാളുടെ പ്രശ്നങ്ങളെ പഠിച്ച് അയാൾക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അയാൾക്ക് ഈ ഒരു അമിതമായ ദേഷ്യം വരുന്നത്. അപ്പം അപ്പോൾ സോഷ്യൽ വർക്കർ അയാൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. എന്തൊക്കെ രീതിയിൽ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് സോഷ്യൽ വർക്കർ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അയാളെ സഹായിക്കും. അപ്പൊ നമ്മൾ സോഷ്യൽ വർക്ക് ഡെഫിനേഷൻ ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി അയാള് തന്റെ മുന്നിൽ ഇരിക്കുന്ന ക്ലയന്റിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അയാളെ സ്വയം പര്യാപ്തനാക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അയാളുടെ പ്രശ്നത്തെ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്? അയാളിലൂടെ. ആ പുള്ളിയെ ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അയാളെ സ്വയം പര്യാപ്തനാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അല്ലെങ്കിൽ പരീക്ഷാ ഭയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, അയാളുടെ ഒരു പ്രശ്നമാണ്. അപ്പം ഈ ഒരു ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പൊ ഒരു വ്യക്തിക്ക് അയാളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അയാൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള പ്രശ്നങ്ങളെ സോഷ്യൽ വർക്കറുടെ മുന്നിൽ എത്തുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് പഠിച്ച് അയാളുടെ വിവരങ്ങൾ ശേഖരിച്ച് ആ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് ആവശ്യമായ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുന്ന ഇതാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആണ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രധാനമായിട്ടും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. എങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നത്? അതായത് ആ ഗ്രൂപ്പിൽ ആ സോഷ്യൽ വർക്കർ ആ ഗ്രൂപ്പിൽ പർട്ടിക്കുലർ കുറച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുകയും അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലുള്ള എങ്ങനെയാണ് ഗ്രൂപ്പിലെ നല്ല ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഗ്രൂപ്പിനുള്ളിൽ നടത്തേണ്ടത്. അപ്പം ചിലപ്പോൾ ആ ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നടത്തുന്നതിലൂടെ എന്താണ് അവർക്ക് ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന്
ഇൻഡിവിജ്വൽസിന് അവർക്ക് എന്താണ് അതിനെക്കുറിച്ചൊരു അവയർനെസ് ലഭിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു പ്രശ്നത്തെ അവരുടെ ഗ്രൂപ്പിലുള്ള ആശയപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ എന്താണ് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് സഹായിക്കുന്നത്. അപ്പം അവര് ഒരു ഗ്രൂപ്പില് ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഗ്രൂപ്പിലെയും ഒരു ഒരു അൾട്ടിമേറ്റ് എയിം, ആ ഒരു എയിം സാധിക്കാതെ വരുന്നതിന്റെ പ്രധാന കാരണം ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷന് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ആശയവിനിമയത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ആ ഒരു പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ലാസ്റ്റ് ആയിട്ട് പ്രൈമറി മെത്തേഡ്സിൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അപ്പൊ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, കമ്മ്യൂണിറ്റി എന്താണെന്ന് പഠിക്കണം. അപ്പം കമ്മ്യൂണിറ്റി വി ക്യാൻ സേ ദാറ്റ് ഓക്കെ ഇറ്റ്സ് എ മേഡ് അപ്പ് ഓഫ് ഗ്രൂപ്പ്സ്. അതായത് വിവിധ ഗ്രൂപ്പുകൾ ചേർന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. അപ്പം ഒരു നമുക്ക് പറയാം കമ്മ്യൂണിറ്റി നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആ ഒരു അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാവും. ഏതൊരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഓർഗനൈസ്ഡ് ആയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ അവരുടെ ഒരു മാരേജ്, അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള മാരേജുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുകയാണ്, അവർക്ക് ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും മാരേജ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ ലാംഗ്വേജ്, ഇതൊക്കെ എന്താണ് സെയിം ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു ഒരു കമ്മ്യൂണിറ്റിയും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത കമ്മ്യൂണിറ്റിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പം കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. എന്തൊക്കെയായിരിക്കാം കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വാട്ടർ സ്കേഴ്സിറ്റി. ഓക്കെ, ജലദൗർലഭ്യം. അപ്പം ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, അപ്പൊ ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് എന്താണ് പ്രശ്നം, ജലദൗർലഭ്യം. അവർക്ക് ആവശ്യമായ കുടിവെള്ളം അല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ ജലം ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പം എന്താണ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ സംഘടിപ്പിക്കുന്ന അവിടുത്തെ റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ച് അവർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്ത് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം ഈ ഒരു കാര്യത്തിലൂടെ എന്താണ് നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും പ്രശ്നത്തിന് പരിഹാരം സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവരുടെ കോപ്പറേഷൻ ആവശ്യമാണ്, അവരുടെ സഹകരണം. അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധം നല്ലതായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അവരുടെ ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ആ ഒരു നിലപാട് അവരിതിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവർ കൊണ്ടുവന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് ഒരു പരിഹാരം കാണുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ്സ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ വർക്കിന്റെ സെക്കൻഡറി മെത്തേഡ്സ് ആണ്. ഓക്കെ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സോ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ വെൽബീയിങ് ആണ്. ഓക്കെ, അപ്പം വെൽബീയിങ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ, സമൂഹത്തിന് പിന്നോക്കമായിട്ട് നിൽക്കുന്ന ആളുകൾ, അപ്പൊ അവരെ നമുക്ക് സമൂഹത്തിന്റെ മുൻധാരയിലോട്ട് കൊണ്ടുവരിക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതൊക്കെയാണ് പ്രധാനമായിട്ടും സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിന് നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പോളിസി നമ്മൾ അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എന്തേരം ആളുകളാണ് ആ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കീഴിൽ വരുന്നത്, അപ്പൊ അവർക്ക് വേണ്ടി ഏത് തരത്തിലുള്ള പ്രോഗ്രാമാണ് അവർക്ക് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്താലാണ് ഏത് കാര്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്താലായിരിക്കും അവർക്ക് കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുക. ഓക്കെ, അപ്പം ആ ഒരു പ്രോഗ്രാമിനെ പിന്നീട് നല്ലപോലെ ആ പ്രോഗ്രാം
ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് അതിനുശേഷം നല്ലൊരു മോണിറ്ററിങ് ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നല്ലൊരു ഇവാലുവേഷൻ ഒക്കെ എടുത്ത് നല്ലൊരു ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് അപ്പം പിന്നെ നമ്മൾ അതിനെ നല്ലൊരു മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷനിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയയെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. ആ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് അവരുടെ പ്രധാനമായിട്ട് അവരുടെ നീഡ് എന്താണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പോളിസി കൊണ്ട് അവർക്ക് ആ ഒരു എയിംസ് കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായി അവർക്ക് ലഭിക്കുന്നുണ്ടോ? അപ്പൊ പ്രോഗ്രാംസ് ഏത് രീതിയിലാണ് അവർക്ക് കൊടുക്കേണ്ടത്? അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരു ധാരണയൊക്കെ ഉണ്ടായിരിക്കണം, വ്യക്തമായ അറിവുണ്ടായിരിക്കണം ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ ആക്ഷൻ. സോഷ്യൽ ആക്ഷൻ ഇപ്പൊ ഒരു മാസ് അല്ലെങ്കിൽ ഒരു വലിയൊരു ജനവിഭാഗത്തെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് എന്താണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പൊല്യൂഷൻ, അപ്പോൾ ഒരു വലിയൊരു ജനവിഭാഗത്തെ മൊത്തം ബാധിക്കുകയാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഡാമേജസ് ഒക്കെ വരുത്തുന്ന ചില ഒരു കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയൊരു ജനവിഭാഗം മൊത്തം ജനവിഭാഗത്തെ മുൻനിർത്തി നമ്മൾ അവർക്ക് ഇപ്പം ഒരു പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിനെ ആ ഒരു പ്രശ്നത്തെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് സോഷ്യൽ വർക്ക് റിസർച്ച്. ഓക്കെ, സോ ഈ ഒരു സോഷ്യൽ വർക്ക് റിസർച്ച് നമ്മൾ മുന്നിലുള്ള വീഡിയോയിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ സോഷ്യൽ വർക്ക് റിസർച്ചിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ്സ് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് എന്ത് പറയുന്നത് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യൽ വർക്ക് റിസർച്ചിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക, എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു ഏരിയയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ആ ഒരു ഏരിയയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ കാരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് അതിനൊരു പരിഹാരം ഒക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് എന്ത് പറയുന്നത് സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പഠിച്ചത്? പ്രൈമറി മെത്തേഡ്സ്, സെക്കൻഡറി മെത്തേഡ്സ്. ഓക്കെ, നമ്മൾ പ്രൈമറി മെത്തേഡ്സ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു പ്രൈമറി മെത്തേഡ്സ് അത് നമ്മൾ ക്ലയൻസുമായിട്ട് ഡയറക്ട്ലി നമ്മൾ ഇടപെടുകയാണ് ചെയ്യുന്നത്. കേസ് വർക്ക് നമ്മൾ പഠിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ക്ലയന്റുമായിട്ട് നമ്മൾ ഇൻഡിവിജ്വലുമായിട്ട് നേരിട്ടാണ് ഇടപെടുന്നത്. അതുപോലെ ഗ്രൂപ്പ് വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും ഗ്രൂപ്പിലുള്ള ആളുകളെ അവർക്ക് ആക്ടിവിറ്റീസ് അവർക്കുമായിട്ടുള്ള പ്രോഗ്രാംസും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്ത് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുമായിട്ട് നമ്മൾ നേരിട്ട് ഇടപെടുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എടുത്താൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് അവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യമായ കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രൈമറി മെത്തേഡ്സ് നമുക്ക് ഡയറക്ട്ലി നമ്മൾ ഇടപെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സെക്കൻഡറി മെത്തേഡ്സിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് സാധിക്കും സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ റിസർച്ച്, സോഷ്യൽ ആക്ഷൻ. അപ്പം സെക്കൻഡറി മെത്തേഡ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഡയറക്ട്ലി നമ്മൾ അത്ര ഇടപെടുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സോഷ്യൽ ആക്ഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു വലിയൊരു ജനവിഭാഗമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പം ആ ഒരു വലിയൊരു ജനവിഭാഗത്തെ മൊത്തത്തിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോഷ്യൽ വർക്ക് റിസർച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സോഷ്യൽ വർക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് സോഷ്യൽ വർക്കിന്റെ പുതിയ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ വർക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർക്ക് ആ ഒരു ഏരിയ ആയിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളെ മുഴുവനുമായിട്ട് നമുക്ക് ഡയറക്ട്ലി മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും ഇൻഡയറക്ട്ലി ആണ് ഇവിടെ. സോഷ്യൽ വർക്ക് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ് നിങ്ങൾക്ക് സഹായകരമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.